ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പഠനവും പാരിസ്ഥിതിക പഠനവും നടത്താതെ സമർപ്പിച്ച റിപ്പോർട്ട് അതേ രൂപത്തിൽ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചരക്ക് ഗതാഗത സാധ്യതയടക്കം പഠിച്ചതിനു ശേഷം വിശദമായ DPR സമർപ്പിക്കാൻ DMRCയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. 4 അംഗ വിദഗ്ധ സമിതി 1 മാസം എടുത്താണ് ഇ ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ട് പഠിച്ചത്. പാരിസ്ഥിതിക സാമ്പത്തിക പഠനം നടത്താതെ സമർപ്പിച്ച റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന നിലപാട് സമിതി എടുത്തു. റിപ്പോർട്ടിൽ പറയുന്നത് പോലുള്ള തുരങ്കപാതയിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കരുതെന്ന നിർദ്ദേശവും സർക്കാരിന് മുന്നിൽ വെച്ചു. ചരക്ക് ഗതാഗത സാധ്യത, ഭൂമി ലഭ്യത എന്നിവ പഠിച്ചതിനു ശേഷം മാത്രം ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിലേക്ക് കടന്നാൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. യാത്രക്കാരുടെ എണ്ണം പോലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിച്ച് ഇതിന്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. കേരളത്തിന്റെ അതിവേഗ റെയിൽപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനിയും കുറെ കാലം എടുക്കുമെന്നതാണ് ഇതിന്റെ ചുരുക്കം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, റിപ്പോർട്ടർ.